എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഫി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയാണ്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഹാർഡൊന്നും ആയി പോവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഞാനിവിടെ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു പൂരി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസിസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പിൽ ഒരുപാട് പൂരി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റവയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ എന്ന് പറയുന്നത് വറുത്തതോ വറക്കാത്തതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടി പിൽസ്ബറിയുടെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഓരോ ഗോതമ്പ് പൊടി അനുസരിച്ചിട്ടും ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് മാറി ഇരിക്കും. അപ്പോൾ എനിക്കിവിടെ 1 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കിട്ടാനായിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് കുഴയ്ക്കുക. അതുപോലെ തന്നെ കുഴച്ചെടുക്കുമ്പം ഈ ഒരു മാവ് ഒരുപാട് കട്ടിയും ഒരുപാട് ലൂസും ആകരുത്. ആ ഒരു പരുവത്തിൽ വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്ത് ഉടനെ തന്നെ ഇത് ചെറിയ ഉരുളകളാക്കി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഉരുളകളാക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ഉരുളകളുടെ വലുപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഫ്രൈ ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ കൊച്ചൊരു ചീനിച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ ഉരുളകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് പരത്തിയെടുക്കാൻ പോവാണ്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും പൊടി ഉപയോഗിച്ച് ഇത് പരത്തരുത്. പകരം കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പരത്തുക. പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഉപയോഗിച്ച് തന്നെ ഇത് പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്. കുറച്ചൊരു കട്ടിയിൽ വേണം അത് പരത്താനായിട്ട്. പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് തീയുള്ളത്. ഓരോ പൂരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇത് പൊങ്ങി വരും. ഇനി ഒരുപാട് കുഴിയുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഈ ഒരു അടുപ്പിൽ ഈ ഒരു പാത്രമാണ് പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കാരണം ഈ ഒരു അടുപ്പ് ഒരു പ്രത്യേകതര അടുപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ തന്നെ അങ്ങ് കുറയും. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതൊക്കെ കുറച്ച് പാടാണ് ഈ ഒരു അടുപ്പിൽ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം തിരിച്ചിടാൽ മതി. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചു മറിച്ചു വിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആവും ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ വളരെ നല്ല ക്രിസ്പി ആൻഡ് പഫി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊട്ടറ്റോ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. പൊട്ടറ്റോ കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്